സംസ്ഥാനത്തെ നടുക്കുന്ന വേനൽ ചൂടിനൊപ്പം കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകതയും ചരിത്രത്തിലാദ്യമായി സർവകലാശാല റെക്കോർഡുകൾ തകർത്ത് കുതിക്കുന്നു. വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെയുള്ള അതീവ സങ്കീർണമായ പീക്ക് സമയത്ത് വൈദ്യുതി ആവശ്യകത 6033 മെഗാവാട്ട് എന്ന വിസ്മയിപ്പിക്കുന്ന കണക്കിലേക്ക് ഉയർന്നു. ഏപ്രിൽ 23 രാത്രി 10:30 കേവലം 1 മിനിറ്റ് നേരത്തേക്ക് ആവശ്യകത 6195 മെഗാവാട്ടിലേക്ക് കുതിച്ചു കയറിയത് പ്രസരണ ശൃംഖലയെ കടുത്ത അപകടാവസ്ഥയിൽ ആക്കിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വൈദ്യുതി ഉപയോഗത്തിലുണ്ടാകുന്ന ഈ വമ്പൻ സ്ഫോടനം KSEBയുടെ സകല കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 18 രേഖപ്പെടുത്തിയ 117.16 ദശലക്ഷം യൂണിറ്റ് എന്ന പ്രതിദിന ഉപയോഗം കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന കണക്കാണ്. ഇത്രയും വലിയ ഡിമാൻഡ് നേരിടാൻ വിതരണ ലൈനുകളും ട്രാൻസ്ഫോർമറുകളും പണിപ്പെടുകയാണ്. ആവശ്യകത പരിധി ലംഘിച്ചതോടെ സംസ്ഥാനത്തെ പ്രസരണ വിതരണ ശൃംഖല കടുത്ത സമ്മർദ്ദത്തിലാണ്. ഉയർന്ന ലോഡ് താങ്ങാനാകാതെ പലയിടങ്ങളിലും ട്രാൻസ്ഫോർമറുകൾക്ക് തകരാർ സംഭവിക്കാനും വോൾട്ടേജ് ക്രമാതീതമായി കുറയാനും ഇത് ഇടയാക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ സാങ്കേതിക തകരാറുകൾ മൂലം വലിയ തോതിലുള്ള വൈദ്യുതി മുടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് KSEB മുന്നറിയിപ്പ് നൽകുന്നു. ആഭ്യന്തര ഉൽപാദനം പരമാവധി വർദ്ധിപ്പിച്ചിട്ടും പുറത്തുനിന്ന് വലിയ വില നൽകി വൈദ്യുതി എത്തിച്ചിട്ടുമാണ് നിലവിൽ KSEB മുന്നോട്ടു പോകുന്നത്. എന്നാൽ വിതരണ ശൃംഖലയുടെ ശേഷിയേക്കാൾ വേഗത്തിൽ ഉപയോഗം കൂടുന്നത് ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും വലിയ പ്രതിസന്ധിയിലാക്കുന്നു. വോൾട്ടേജ് കുറവ് അനുഭവപ്പെടുന്ന മേഖലകളിൽ ശൃംഖല പുനഃക്രമീകരിച്ച് പരിഹാരം കാണാൻ തീവ്ര ശ്രമം നടക്കുന്നുണ്ട്. ഈ സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള സമയത്ത് അമിതമായി വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഒഴിവാക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. വാട്ടർ പമ്പ്, ഇൻഡക്ഷൻ സ്റ്റൗ, അതുപോലെ വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീൻ എന്നിവയുടെ ഉപയോഗം പീക്ക് സമയത്തിന് ശേഷമുള്ള നേരത്തേക്ക് മാറ്റണം. വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നവർ രാത്രി 11 മണിക്ക് ശേഷമുള്ള സമയം ഇതിനായി തെരഞ്ഞെടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഓരോ വീട്ടിലും പീക്ക് സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിയിൽ ചെറിയ നിയന്ത്രണം കൊണ്ടുവന്നാൽ സംസ്ഥാനത്തെ പ്രസരണ ശൃംഖല നേരിടുന്ന വലിയൊരു ഭാരം കുറയ്ക്കാൻ സാധിക്കും. എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കുന്നവർ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയായി ക്രമീകരിക്കുന്നത് വൈദ്യുതി ലാഭിക്കാൻ വലിയ തോതിൽ സഹായിക്കും. അത്യാവശ്യമല്ലാത്ത ബൾബുകളും ഫാനുകളും ഓഫ് ചെയ്യുന്നതിലൂടെ വൈദ്യുതി ബിൽ കുറയ്ക്കാമെന്ന് മാത്രമല്ല, സംസ്ഥാനം നേരിടുന്ന ഇരുട്ടടി ഒഴിവാക്കാനും സാധിക്കും. പ്രതീക്ഷിച്ചതിലും വലിയ ലോഡ് വന്നതോടെ പലയിടങ്ങളിലും ട്രാൻസ്ഫോർമറുകൾ ഓവർലോഡായി കരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. ഇത് പരിഹരിക്കാൻ മണിക്കൂറുകൾ വേണ്ടിവരുന്നത് ഉപഭോക്താക്കൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ജനങ്ങൾ സഹകരിച്ചാൽ മാത്രമേ അപ്രതീക്ഷിതമായ ഇത്തരം ലോഡ് ഷെഡിംഗ് സാഹചര്യങ്ങളെ മറികടക്കാനാകൂ. KSEB ഉദ്യോഗസ്ഥർ കൺട്രോൾ റൂമുകൾ വഴി സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും വർദ്ധിച്ചാൽ റെക്കോർഡുകൾ വീണ്ടും മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ അനാവശ്യമായ വൈദ്യുതി ധൂർത്ത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ബോർഡ് നിർദ്ദേശിക്കുന്നു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ പൊതുജനങ്ങളുടെ പൂർണ്ണ പിന്തുണയാണ് KSEB ആവശ്യപ്പെടുന്നത്. നാം ഇന്ന് വരുത്തുന്ന ഓരോ യൂണിറ്റിന്റെയും ലാഭം നാളത്തെ ഇരുട്ടിനെ തടയാനുള്ള കരുതലാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്.